ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവര് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈശോയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു അവന്റെ കൂടെ നടന്നിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അതായത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഊന്നൽ കൊടുക്കുന്നത്. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകള്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ള രീതി. മഗ്ദലന മറിയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. അതായത് അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവളായിരുന്ന മഗ്ദലന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈശോ വിതക്കാരന്റെ ഉപമ പറയുകയാണ്. അപ്പൊ അതിൽ ഈശോ പറയുന്നുണ്ട്, വിതക്കാരൻ വിത്തുകൾ വിതച്ചപ്പോ ചില സ്ഥലങ്ങളിൽ വീണു. അത് ചില സ്ഥലങ്ങളിൽ വീണ വിത്തുകൾ ഇങ്ങനെ പെട്ടെന്ന് വാടി കരിഞ്ഞു പോയി. ചില മുൾച്ചെടികൾ വന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. പക്ഷെ ചില സ്ഥലങ്ങളിൽ വീണതെല്ലാം 100 മേനി 60 മേനിയൊക്കെ ഫലം ചൂടി എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വിതക്കാരന്റെ വചനത്തിന്റെ ഒരു ദൃശ്യാവിഷ്കരണം നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈശോ ഇങ്ങനെ വചനം പ്രസംഗിക്കുന്നുണ്ട്, അത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ചില ആളുകൾ കേട്ടതൊക്കെ ഈ മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തിന് തുല്യമായി, അത് ഫലം ചൂടിയില്ല. ചില ആളുകൾ കേട്ടത് വഴിയരികിൽ വീണ വിത്തിന് തുല്യമായി, അതും ഫലം ചൂടിയില്ല. ചില ആളുകൾ കേട്ട വചനമെല്ലാം പാറപ്പുറത്ത് വീണ വിത്തിന് തുല്യമായി, അതും ഫലം ചൂടിയില്ല. ഫലം ചൂടിയതാണ്, ഫലം ചൂടിയ ആളുകളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ സ്ത്രീകളും മറ്റു ശിഷ്യന്മാരും എല്ലാം ഈശോയുടെ വചനം കേൾക്കുമ്പോൾ അത് നല്ല നിലത്തെന്നോണം അവരുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ അത് മുളച്ച് ഫലം ചൂടുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ വചനം നല്ല രീതിയിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഫലം ചൂടാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.